വിപ്ലവ ഗായിക PK മേദിനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആദരവോടെ കോട്ടയം വൈക്കത്ത് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ പേര് റെഡ് സല്യൂട്ട് എന്നാണ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. CPI സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജൂണിലാണ് മേദിനിയുടെ പേരിൽ 5.5 സെന്റ് സ്ഥലം വൈക്കം തലയാഴത്ത് വാങ്ങിയത്. മണ്ഡലം കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ടാണ് 600 ചതുരശ്ര അടിയിൽ വീട് നിർമ്മിച്ചത്. പുന്നപ്ര വയലാർ സമരകാലം മുതൽ കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പോരാടാൻ ആവേശം നൽകിയ ശബ്ദം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള തെരുവുകളിൽ ആ പോരാട്ടത്തിന്റെ പാട്ട് മുഴങ്ങി. വീരകേരളത്തിൻ്റെ രോമാഞ്ചങ്ങളെ വിപ്ലവ കൊടിയിലെ രക്തരേണുക്കളെ നിങ്ങൾ തന്നോർമ്മയിൽ വിടർന്ന ചെങ്കൊടിയുമായി ഞങ്ങളായിരങ്ങൾ ഇന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട്. ഞങ്ങളായിരങ്ങൾ ഇന്നു നേർന്നതാണ് റെഡ് സല്യൂട്ട്. പാട്ടുകൾക്ക് മനുഷ്യരെ തെരുവിൽ കോർത്തിണക്കാൻ കഴിയുമെന്ന് അന്നും ഇന്നും സഖാവിന് നന്നായി അറിയാം. P. കൃഷ്ണപിള്ളയുടെ നാടായ വൈക്കത്തു തന്നെ പാർട്ടി വീട് വെച്ച് നൽകുന്നതിൽ PK മേദിനിക്ക് അഭിമാനം. പക്ഷെ അപ്പം എന്നെ പാർട്ടി കൈവിട്ടില്ല. കോട്ടയം പാർട്ടി ആലപ്പുഴ ഇല്ലാത്തതുകൊണ്ടല്ല, ആലപ്പുഴ അത് ചെയ്യുമ്പം ഒരുപക്ഷെ എന്നേക്കാൾ വിഷമം അനുഭവിക്കുന്നവരവിടെ കാണും. അവർക്ക് കൊടുക്കണ്ടേ? ചേച്ചി ഇപ്പം എന്നൊക്കെ ചോദിക്കും. അതെനിക്ക് സങ്കടമാണ്. ഇവിടെ ആകുമ്പോൾ കോട്ടയംകാരൻ നിങ്ങൾ സമ്പന്നരല്ലേ, സമ്പന്നരാണ്, മനസ്സുള്ളവരാണ്, ഭൂമിയുള്ളവരാണ്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് മനോഹരമായിരിക്കുന്നു. 11ാം വയസ്സിൽ വേദികളിൽ പാടി തുടങ്ങിയതാണ്. ഇപ്പോൾ 30,000-ലേറെ വേദികളിൽ പാടിക്കഴിഞ്ഞു. 95 വയസ്സിലും ആ രാഷ്ട്രീയ പ്രവർത്തനം തൊണ്ടയിടറാതെ തുടരുന്നു. മൈക്കും PK മേദിനി ഉച്ചഭാഷണിയും PK മേദിനിയും ഉണ്ടായിരിക്കുന്ന നോട്ടീസ് ചെയ്തൊരു കാലമുണ്ട്. TV TV തോമസ്, ഗൗരിയമ്മ, R. സുഗതൻ, കോട്ടയം ബാസേട്ടൻ, പോറ്റി പൊന്നൂസ് എല്ലാം ഉണ്ട്. സ്വീകരണ യോഗമാണ് ജയിൽ മൂലരായ സഹാക്കൾക്ക്. അപ്പോൾ അതിനും സഹാക്കൾ ഭയങ്കര മുദ്രാവാക്യമൊക്കെ വിളിച്ചപ്പം അതിനോട് TV പറഞ്ഞു, നീ ഒരു പാട്ടൊക്കെ പാടാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കയറിയിട്ട് നീതിയാണോ ഇതു നീതിയാണോ സ്വാതന്ത്ര്യ ഭടന്മാരെ തുറുങ്കിലടയിപ്പ്, ഇങ്ങനെയുള്ള ഈ പഴയ സിനിമ പാട്ടിന് ട്യൂണിലെഴുതിയ പാട്ടുകളാണ് അന്ന് പാടുന്നത്. ഇതുപോലെ നമ്മുടെ പുതിയ പാട്ടുകളില്ല. വീടിന്റെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അവസാനവട്ട നിർമ്മാണത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നാട്ടിലെ പാർട്ടി പ്രവർത്തകരും മേദിനി എത്തുന്നതിൽ ആവേശത്തിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്. 11 വയസ്സ് മുതൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ച് പാർട്ടിയോടൊപ്പം സഞ്ചരിച്ച് 95ാം വയസ്സിലും വളരെ സജീവമായി സാമൂഹ്യ നീതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലും സജീവമായി നിൽക്കുന്നു എന്നുള്ളതാണ് വിസ്മയകരമായിട്ടുള്ള കാര്യം. പഴയൊരു ചരിത്രം കൂടിയുണ്ട്. 15ാം വയസ്സിൽ കോട്ടയത്ത് നിന്ന് പാട്ട് പാടി മടങ്ങി. എന്നാൽ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിരോധനം. 17ാം വയസ്സിൽ വീണ്ടും എത്തി. അന്ന് അച്ഛനോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ കോട്ടയത്തിന്റെ മണ്ണിലേക്ക് സ്ഥിരതാമസത്തിനെത്തുകയാണിപ്പോൾ. തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ ചരിത്രം ചിലപ്പോൾ ഇങ്ങനെയാണ്. ഗാന്ധിയെ പുറത്തിരുത്തിയ വൈക്കം ഇണ്ടംതുരുത്തിമന ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസ് ആയതുപോലെ പ്രവേശനം നിരോധിച്ച ജില്ലയിൽ അതേ പോരാട്ടത്തിന്റെ ശബ്ദവുമായി PK മേദിനി താമസത്തിനെത്തുകയാണ്. ആ വീടിന് റെഡ് സല്യൂട്ട് എന്നല്ലാതെ മറ്റെന്ത് പേരിടാനാണ്? ന്യൂസ് മലയാളം, കോട്ടയം.